വെൽക്കം ബാക്ക് ടു HR ടോക്സ് ബൈ അമേരിക്കൻ മലയാളി. ഈ ചാനൽ ഞാൻ ഇനിഷ്യലി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് HR-ഉമായിട്ട് റിലേറ്റഡ് ടോപ്പിക്സ് അല്ലെങ്കിൽ പോളിസികൾ, അപ്ഡേറ്റ്സുകൾ ഇത് മാത്രം ഉള്ള കാര്യത്തെക്കുറിച്ച് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ ഓർത്തു ഞാൻ ബേസിക്കലി ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഒരു മോണിറ്ററി ബെനിഫിറ്റിനോ അല്ലെങ്കിൽ എൻ്റെ ഫുൾ ടൈം ജോലിനെ റീപ്ലേസ് ചെയ്യാനോ ഒന്നുമല്ല. എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഇടാനും ഒക്കെ. അപ്പം ഞാൻ ചുമ്മാ എനിക്ക് ലുക്ക് ബാക്ക് ചെയ്യാൻ എന്നുള്ള രീതി മാത്രം ചെയ്യുന്നതാണ്. ഞാൻ ഇനി എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നുണ്ടെന്നോ ഒന്നിലും ഞാൻ പറയടല്ല. ഇതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇടയ്ക്ക് 1 ഇയർ ഞാൻ ഇടാതെ ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എപ്പോഴും എൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറയുമ്പോൾ, ചൈൽഡ്ഹുഡ് എന്നല്ല എൻ്റെ സ്കൂളിലെ ഒരു ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേനും ഞാൻ എപ്പോഴും 3 കാര്യങ്ങൾ എപ്പോഴും മറക്കാതെ എല്ലാവരോടും പറയും. അപ്പോൾ ഞാൻ വെച്ചു എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഷെയർ ചെയ്യാന്ന്. എനിക്കിത് ഇഷ്ടമാണ് ഷെയർ ചെയ്യാൻ. അതിൻ്റെ അകത്ത് ഒന്ന് മാത്രമേ ഒത്തിരി സന്തോഷകരമായി അല്ലെങ്കിൽ ഒരു വിറ്റ് എന്നുള്ള രീതിയിൽ, സന്തോഷമല്ല, ഒരു ഫണ്ണി ആയിട്ട് ഇപ്പം ഞാൻ ചിന്തിക്കുന്ന അതിൻ്റെ അകത്ത് ഒരു കാര്യമുള്ളൂ. ബാക്കി രണ്ടും സത്യം പറഞ്ഞ ഇങ്ങനെ ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്ന കാര്യങ്ങളാണ് ബാക്കി രണ്ടെണ്ണവും. അപ്പം ഞാൻ ഓർത്തു അതിൻ്റെ അകത്ത് ഫസ്റ്റ് കാര്യം ഞാൻ ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊരു സത്യം പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്ന്, ഒരു ഗ്രാമം ലൈക്ക് കേരളത്തിലെ ഒരു ഗ്രാമം, ഒത്തിരി ഡെവലപ്ഡ് ഒന്നും അല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ അവിടെ ഓർക്കുന്നുണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 8th ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 7th വരെയും എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക്. അപ്പോൾ ഇതെനിക്കിങ്ങനെ വീട്ടിൽ നിന്ന് എനിക്ക് പുഷൊന്നുമില്ല. എനിക്ക് ഫസ്റ്റ് ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ഉള്ളിൽ ഭയങ്കര ത്വരാന്നൊക്കെ പറയുന്ന പോലെ എനിക്കതുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് 8th ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്ക് അവൾക്ക്, ഫസ്റ്റ് റാങ്ക് എനിക്ക്. ബിബിന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അവളുടെ പേര്. ഞങ്ങളെപ്പോഴും ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത്, കളിക്കുന്നതും ഒക്കെ. വീട്ടിൽ തിരിച്ചു വന്നാലും ഒരു 5-6 പ്രാവശ്യം അവളെ ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അവൾക്ക് സെക്കൻഡ് റാങ്ക്, എനിക്ക് ഫസ്റ്റ് റാങ്ക്, അങ്ങനെ അതുവരെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് 8th അല്ല 8th 10th എനിക്ക് ഉറപ്പില്ല കേട്ടോ. 8th എൻ്റെ ഒരു വിശ്വാസം. 8th എനിക്കൊന്ന് മിഡ് ടേം എക്സാമിന് ബാക്കി എല്ലാ പേപ്പറും ഞങ്ങൾക്ക് കിട്ടി. ഇങ്ങനെ പരീക്ഷ കഴിഞ്ഞ് നമ്മൾ ലീവൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടിയപ്പോഴത്തേനും അവൾക്ക് ഒരു ചെറിയൊരു എനിക്കൊന്ന് 5 മാർക്കോ 10 മാർക്കോ എത്രയും കണ്ട് അവൾക്കിപ്പോൾ കൂടിയിരിക്കുക. എനിക്ക് ആകെപ്പാടെ അങ്ങ് ടെൻഷനായി. കാരണം എനിക്ക് ഈ സെക്കൻഡ് റാങ്ക് എന്നുള്ള എൻ്റെ ജീവിതത്തിൽ അതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് സൺഡേ സ്കൂളിൽ ഫസ്റ്റ് ഇതാണ് എൻ്റെ ഒരു എനിക്ക് എന്നെ ആരും വഴക്ക് പറയുകയൊന്നുമില്ല, വീട്ടിൽ ചോദിക്കത്തൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒരു ഫസ്റ്റ് ആണല്ലോ എൻ്റെ ഒരു അപ്പം അതുകൊണ്ട് ഇനി ഒരു പേപ്പർ കൂടെ കിട്ടാനുള്ളൂ. ആ പേപ്പർ ഇംഗ്ലീഷാണ്. എനിക്ക് നോർമലി ഇംഗ്ലീഷ് എനിക്ക് ചെറുപ്പം മുതൽ എനിക്ക് ഒരുമാതിരി നല്ല സ്കോർ കിട്ടുന്നതാണ്. എന്നാൽ ബിബിക്ക് ഇംഗ്ലീഷ് ഒരു ഇച്ചിരി വീക്ക് സബ്ജക്റ്റാണ്. അപ്പം എൻ്റെ പ്രതീക്ഷ മൊത്തം ഇംഗ്ലീഷിൻ്റെ അകത്ത് എനിക്ക് ആ മാർക്ക് കിട്ടിയ വാട്ടെവർ ആ എമൗണ്ട് ഉണ്ടല്ലോ അവർക്ക് കൂടുതലുള്ള ആ എമൗണ്ട് കിട്ടിയാൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് ആകാം. അപ്പോൾ ഈ ഇംഗ്ലീഷിലാണ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ ദിവസം ഇംഗ്ലീഷ് പേപ്പർ കിട്ടിയില്ല. ഞാൻ വീട്ടിൽ ചെന്ന് മമ്മിയോട് പറയുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മമ്മി ഇംഗ്ലീഷ് കിട്ടുമ്പോൾ എനിക്ക് മാർക്ക് കൂടുതലാവാൻ പ്രാർത്ഥിക്കണേ എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേരൻസ് ഒത്തിരി അയ്യോ അങ്ങനെ അവർ വഴക്ക് പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഈ ഫസ്റ്റ് റാങ്ക് കിട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം എനിക്ക് പേപ്പർ കിട്ടി. എനിക്ക് അത്രയും കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ച അവർക്ക് 5 മാർക്കോ 10 മാർക്കോ എത്രയാണോ കൂടുതൽ അതെനിക്കില്ല. അതിനേക്കാളും 1 മാർക്കോ 2 മാർക്കോ കുറവാണ്. അപ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. ഞാനങ്ങ് കരച്ചിൽ തുടങ്ങി. തോർക്കണം, ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ വിചാരിക്കും 8ാം ക്ലാസ് എനിക്ക് ഇത്രയും ബുദ്ധി ഇല്ലായിരുന്നോ എന്ന്. കരയുന്നത് ഞങ്ങൾ അടുത്തടുത്ത് ഒട്ടിയായി ഇരിക്കുന്നതുമെല്ലാം കരയുക, ഭയങ്കര കരച്ചിലെന്ന്. ഇവളെന്നോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരയുന്നതെന്ന്. അതിനുള്ള റെസ്പോൺസാണ് എനിക്കിപ്പം ഉണ്ടല്ലോ. ഇപ്പം എൻ്റെ ആ പഴയ എന്നെ കിട്ടിയത് ഞാൻ അടിക്കും. ഞാൻ ആ കൊച്ചിനോട് പറയുവാണ്, ഞാൻ കരയുന്നത് നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. എൻ്റെ പേരൻസ് എന്നെ വഴക്ക് പറയും, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം. പേരൻസ് വഴക്ക് പറയത്തൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ആ കരയുന്നതിനുള്ള കാരണം എനിക്ക് നിനക്ക് ഫസ്റ്റ് കിട്ടിയതാണെന്ന് പറയാനുള്ള മടി കൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ പേരൻസ് എന്നെ വഴക്ക് പറയും, അതുകൊണ്ടാണ് കരയുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് 5-6 ഡിവിഷൻ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ആ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞു പിന്നെ വരുന്ന ഇൻ്റർവെല്ലിന് അപ്പുറത്തെ ക്ലാസ്സിൽ ഞങ്ങളുടെ വേറെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങളെ കാണാൻ വരും. ഇവളുടെ അത്രയും ബെസ്റ്റ് അല്ല കേട്ടോ. അവർ നമ്മളെ കാണാൻ വരും. അവർ നമ്മളെ കാണാൻ വന്നപ്പോഴത്തേന് ഞാനിരുന്ന് കരയുക. അപ്പം ഞാൻ എൻ്റെ അടുത്തിരുന്ന് ബിബീനെ ഇവളെന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. സാരില്ലടി അടുത്ത പ്രാവശ്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ഇവൾക്ക് ഇച്ചിരി സന്തോഷമുണ്ട്. ബിക്കോസ് എന്ന് പറയുന്നത് ഇവളുടെ മമ്മി ഇവളോട് പറഞ്ഞായിരുന്നു, നമുക്കിങ്ങനെ ഓരോ പേപ്പർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമല്ലോ, അതുപോലെ ഇവളുടെ മമ്മിയോട് ഇവളിങ്ങനെ പറഞ്ഞായിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളുടെ അമ്മ പറഞ്ഞു നിനക്ക് ഫസ്റ്റ് എനിക്ക് ഒരു ചുരിദാർ തയ്ച്ചു തരാമെന്നാണ് പറഞ്ഞതെന്നാണ് അവൾ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വാട്ടവഴ അവൾക്കൊരു ഗിഫ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പം അവൾക്കത് കിട്ടുന്നതിനുള്ള സന്തോഷമുണ്ട്. ഒപ്പം അവൾ എൻ്റെ സങ്കടം കണ്ടിട്ട് എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്, സാരയില്ലെന്ന്. എന്നിട്ട് ഞാൻ അവളോട് പറയുന്നുണ്ട് നിനക്ക് ഫസ്റ്റ് കിട്ടിയെന്നല്ല എനിക്ക് സങ്കടം, എന്നെ വഴക്ക് പറയുന്നില്ല എനിക്ക് കിട്ടാത്തയില്ലാന്ന്.
അപ്പം എൻ്റെ ഫ്രണ്ട്സ് വന്ന് ഈ ഇൻ്റർവെൽ ആകുമ്പോൾ ഇവർ നമ്മളെ വന്ന് വിളിക്കും, കളിക്കാനോ മിണ്ടാനോ ഒക്കെ വിളിക്കും. അപ്പോൾ ഈ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇവളെ പറഞ്ഞു വിടും, നീ അവരോട് ചെന്ന് പറ എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ കരയുക, നിനക്ക് ഫസ്റ്റ് കിട്ടിയോണ്ട് ഞാൻ കരയുക പറയും. ഇവളത് എനിക്ക് തോന്നി അവരോട് ചെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. ഇത് ഇപ്പം ഞാനിതിങ്ങനെ ഓർത്തൊന്നുമില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചി വിളിച്ചപ്പോൾ ഞാനിങ്ങനെ ചേച്ചിയോട് എന്തോ ഇങ്ങനെ ഞങ്ങൾ പഴയ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് ഞാൻ ഓർത്തു. അപ്പം പോലെ ഞാൻ വിചാരിക്കും, എൻ്റെ ദൈവം ഇത്രയും ഒരു വിവരം ഇല്ലായിരുന്നു, ഇത്രയും ഫ്രണ്ടായ ഒരു കൊച്ചിനോട് നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടാടി ഞാൻ കരയുന്നതെന്ന് പറയും, വേറൊരു ഫ്രണ്ട്സിനോട് മിണ്ടാൻ ചെല്ലാത്തതിന് ഇവളെ ഞാൻ പറഞ്ഞു വിടുടി, അവരോട് ചെന്ന് പറ നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടാന്ന് പറയാൻ. പക്ഷെ ഒന്നും കുഴപ്പമൊന്നുമില്ല, ഇതുവരെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഇപ്പോഴും ഞാനത് ഓർത്ത് ചിരിക്കാറുണ്ട്. അവളിത് കേൾക്കുന്നുണ്ടെങ്കിൽ അവൾ കണക്ട് ചെയ്യുമായിരിക്കും. അവളിപ്പോൾ നാട്ടിലാണ്, എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ട്, ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ടൊക്കെ തന്നെയാണ്. ബെസ്റ്റ് എന്നൊന്നും പറയുന്നില്ല. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്നും വിളിച്ചില്ലേലും തമ്മിൽ അറിയാവുന്ന ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഫ്രണ്ടാണ് അവൾ ഇപ്പോഴും. പക്ഷേ അന്നത്തെ അനുഭവം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു അനുഭവമാണ്. ഇതുപോലെ ഞാൻ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതെനിക്കൊരു ഫണ്ണി ആയതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് ഒരു ഇച്ചിരി സങ്കടമുള്ളതാണ് രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇതും ഈ പറയുന്ന ഈ സമയത്തല്ല, ഇച്ചിരൂടെ എനിക്ക് തോന്നുന്നു ഒരു 6th പഠിക്കുവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 6th പഠിക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി വണ്ണം. എനിക്ക് 4th വരെ ഞാൻ ഭയങ്കര സ്ലിം ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇച്ചിരി അല്ല, ആക്ച്വലി ഞാൻ വണ്ണമുള്ള കൊച്ചായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഏതാണ്ട് 50 to 53 kg കണ്ട്. അപ്പോൾ ആ സമയത്തും കണ്ട് എനിക്ക് തോന്നുന്നത് ഇതുപോലെ 50 ഒക്കെ ഉണ്ടായ ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ഞങ്ങൾക്ക് PT പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ പറഞ്ഞാൽ ബേസിക്കലി നമ്മളോടൊപ്പം നമ്മൾ കളിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ പീരീഡുള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ 2-3 ക്ലാസ്സിനൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് ഈ PT പീരീഡ് കാണും, അല്ലെങ്കിൽ നമ്മൾ ടീച്ചർ ഇല്ലെങ്കിൽ നമ്മളെ PT പീരീഡിന് വിടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ടീച്ചർ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ PT പീരീഡിന് വിട്ടു. വേറെ ഒരു പിള്ളേർക്ക്, അവർ ഞങ്ങളുടെ ജൂനിയേഴ്സ്, അവർക്ക് ആക്ച്വലി PT പീരീഡ് ആയിരുന്നു അത്. അപ്പം ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു കൊച്ചിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ബേസിക്കലി ഞാൻ ആ കൊച്ചിൻ്റെ കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ ആ കൊച്ചിനെ ഫീഡ് ചെയ്ത് പേരൻസിൻ്റെ കുറ്റമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പം ആ കൊച്ചെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി എന്നാ കഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ചോറ്, ദാല്, അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പറഞ്ഞു അല്ല ചേച്ചി, എൻ്റെ പപ്പ ചേച്ചിയോട് ചോദിക്കാൻ പറഞ്ഞു ചേച്ചി എന്നാ കഴിക്കുന്നത്, ചേച്ചി എന്നാ കഴിച്ചിട്ടാ ചേച്ചിക്ക് ഇത്രയും വണ്ണെന്ന്. ഇത് ഈ കൊച്ചു ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ 2-3 ഫ്രണ്ട്സ് നിൽപ്പുണ്ട്. ഞാനങ്ങ് സത്യം പറഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചാ. ഞാനങ്ങ് എനിക്കൊന്ന് കരഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഒത്തിരി സങ്കടമായി. ആകെ എൻ്റെ കൂടെ 3-4 പിള്ളേർ അവർ കേട്ടു. എനിക്കൊന്ന് ഞാൻ ആൻസർ ചെയ്തു, ഞാൻ സാധാരണ കഴിക്കുന്നതെന്ന് അങ്ങനെ ഏതാണ്ട് ആൻസർ ചെയ്തു. അത് ഇന്നും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അത് 2-3 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ അത് ഇന്നും കിടക്കാനുള്ള കാര്യം. ഒന്നെന്ന് പറയുന്നത്, ഈ കൊച്ചെന്ന് പറയുന്നത് എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൻ്റെ മോളാണ്. ഈ കൊച്ചിൻ്റെ അപ്പനും അമ്മയും വെരി വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പന് എനിക്ക് തോന്നുന്നത്, ഞാൻ തെറ്റല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു ബാങ്കിലും കണ്ട വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ കൊച്ചിനെ ഇപ്പോഴും കുറ്റം പറയുന്നില്ല. ഞാൻ ആ കൊച്ചിനെ പിന്നീട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും അല്ല ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ വിദ്യാഭ്യാസം, ഓഫ് കോഴ്സ് നമ്മുടെ പേരൻസ് ഇങ്ങനൊരു ഇൻഫ്ലുവൻസ് എന്തിനാ പിള്ളേരോട്. ഒരു കൊച്ചിച്ചിരി വണ്ണം ഉണ്ടെങ്കിൽ ആ കൊച്ചെന്നാ കഴിക്കുന്നതെന്ന് ആ കൊച്ചിനോട് ഈ കൊച്ചെന്നോട് വന്ന് പറഞ്ഞത്, എൻ്റെ പപ്പ പറഞ്ഞു ചേച്ചിയോട് ചോദിക്കണം, ചേച്ചി എന്നാ കഴിക്കുന്നതെന്ന് ചോദിക്കണമെന്ന്. അതെനിക്കറിയത്തില്ല അത് എന്തുകൊണ്ട് ആ കൊച്ച് എന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് വെച്ചാൽ, ഞാൻ 6th അത് 5th ആ കൊച്ചിനെ അറിയത്തില്ല, അതുകൊണ്ടാണോ എന്നാന്ന് എനിക്കറിയത്തില്ല. ആ കൊച്ചിനോട് എന്തുകൊണ്ട് അങ്ങനെ പേരൻസ് പറഞ്ഞു അതെനിക്കറിയത്തില്ല. അപ്പം ഞാനിത് വീട്ടിൽ ചെന്ന് പറയുമ്പം എൻ്റെ പേരൻസ് ആ കൊച്ചിൻ്റെ പേരൻസിനോട് സംസാരിക്കാന്നൊക്കെ പറയും. ഞാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞു. കാരണം ഈ കൊച്ചിൻ്റെ അമ്മ ടീച്ചറാണ്. അപ്പം നമുക്ക് ആ ഒരു പ്രായത്തിലൊക്കെ പേടിയാണ്. അപ്പം അമ്മ വന്ന് എന്നെ വഴക്ക് പറയുമോ, എന്നെ അടിക്കുമോ, അങ്ങനത്തെയൊക്കെ പേടികൊണ്ട് ഞാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ചോദിച്ചും പറഞ്ഞു ഒന്നുമില്ല. പക്ഷെ അത് ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ ഒത്തിരി സങ്കടമാണ്. എന്നിട്ട് പിന്നെ എൻ്റെ കൂടെയുള്ള പിള്ളേര് അത് പിന്നീട് അത് എടുത്തിടുവോ, ഞാൻ കരയുമോ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് അന്ന് സംഭവിച്ചു. ഇത് നമുക്കിത് ഇനിയുള്ള ജനറേഷൻ ഇങ്ങനെയൊന്നും ഒരു വണ്ണം, തടി, കളറ് ഇങ്ങനത്തേനൊന്നും ഒരിക്കലും ഒരു പ്രാധാന്യവും നമ്മൾ പിള്ളേർക്ക് കൊടുക്കുക അല്ലെങ്കിൽ പിള്ളേരോട് ഡിസ്കസ് ചെയ്യുകയോ നമ്മൾ ചെയ്യരുത്. പിന്നെ ലാസ്റ്റുള്ള 3rd അനുഭവം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് അതും എനിക്ക് ഇതിലും വിഷമമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഓർക്കുമ്പോഴും എനിക്ക് വിഷമമാണ്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. എനിക്ക് തോന്നുന്നത് ഒത്തിരി ലോങ് വീഡിയോ